ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുടെ ബജറ്റ് ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പദ്വ്യവസ്ഥയുമായി ലയിപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഇതൊരു വലിയ സാമ്പത്തിക നീക്കമല്ലേ? അപ്പോൾ ഗവൺമെന്റ് ഇത്രയും വലിയൊരു കാര്യത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ജനറൽ ഫിനാൻഷ്യൽ റൂൾസ് അഥവാ GFRനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഗവൺമെന്റിന്റെ സാമ്പത്തിക എഞ്ചിൻ പ്രവർത്തിക്കുന്നത് തന്നെ ഈ ചട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ശരി, അധികം സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. പിന്നെ 1947 മുതൽ 2005 വരെയുള്ള ഇതിന്റെ ചരിത്രം, അതിനുശേഷം ആ ചരിത്രപരമായ റെയിൽവേ ബജറ്റ് ലയനം, അവസാനമായി ഇതെല്ലാം എങ്ങനെ 2017-ലെ GFR പരിഷ്കരണത്തിലേക്ക് നയിച്ചു എന്നുകൂടി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് അഥവാ ഭരണനിർവഹണ നിർദ്ദേശങ്ങൾ. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ വ്യക്തമാക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ധനകാര്യ മന്ത്രാലയത്തിന്റെ നോർത്ത് ബ്ലോക്കാണ്, ഇന്ത്യയുടെ സാമ്പത്തിക ഭരണത്തിന്റെ ഹൃദയഭാഗം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ നിയമങ്ങൾ വെറുമൊരു കടലാസിൽ ഒതുങ്ങുന്നതല്ല കേട്ടോ. ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന് രൂപം കൊണ്ട് രാജ്യമാകെ വ്യാപിക്കുന്ന വളരെ ശക്തമായ ഭരണഘടനാപരമായ യാഥാർത്ഥ്യങ്ങളാണവ. ശരിക്കും എന്താണ് ഈ ജനറൽ ഫിനാൻഷ്യൽ റൂൾസ്? ലളിതമായി പറഞ്ഞാൽ, പൊതുജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളുടെയും ഉത്തരവുകളുടെയും ഒരു സമാഹാരമാണിത്. ഇതൊരു സാധാരണ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമല്ല. ജനങ്ങളുടെ ഓരോ രൂപയും എങ്ങനെ എവിടെ ചെലവാക്കണം എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഗവൺമെന്റിന്റെ സ്വന്തം ഇൻസ്ട്രക്ഷൻ മാനുവലാണിത്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ നിയമങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ആയാണ് കണക്കാക്കുന്നത്. അതായത് വെറുതെ വായിച്ചുവിടാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രമല്ലിത്. ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകളും ഓർഗനൈസേഷനുകളും നിയമപരമായി നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട കർശനമായ നിർദ്ദേശങ്ങളാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഓക്കെ, അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. 1947 മുതൽ 2005 വരെയുള്ള ഈ ചട്ടങ്ങളുടെ ഒരു ചെറിയ ചരിത്രം നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ഇത് തുടങ്ങിയത് 1947-ലാണ്. അന്നത്തെ സാമ്പത്തിക ഉത്തരവുകളെല്ലാം ചേർത്ത് ആദ്യത്തെ GFR പുറത്തിറക്കി. പിന്നെ 1963-ല് ഇതിലെ ആദ്യത്തെ വലിയ മാറ്റങ്ങൾ വരുത്തി. പിന്നീട് 2005-ലാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ അവലോകനവും പരിഷ്കരണവും നടന്നത്. ഈ 58 വർഷത്തെ ചരിത്രം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? GFR എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്തൊരു പുസ്തകമല്ല. ഭരണപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ജീവനുള്ള ഒരു സിസ്റ്റമാണിത്. അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ഭാഗമായ ആ വലിയ മാറ്റം വരുന്നത്, ദ റെയിൽവേ ബഡ്ജറ്റ് ലയനം. ഗവൺമെന്റിന്റെ സാമ്പത്തിക രംഗത്ത് അതുവരെ ഉണ്ടായിരുന്ന രീതികളെ അടിമുടി മാറ്റിയ ഒരു സംഭവമായിരുന്നു അത്. നോക്കൂ, 2017 മുമ്പ് വരെ റെയിൽവേ ബജറ്റും പൊതുബജറ്റും തികച്ചും വ്യത്യസ്തമായാണ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ 2017-ൽ ഈ രീതി പൂർണ്ണമായും മാറി. റെയിൽവേ ബജറ്റിനെ നേരെ പൊതുബജറ്റിലേക്കങ്ങ് ലയിപ്പിച്ചു. സ്വന്തമായി വരുമാനവും ചെലവുമുള്ള ഒരു വാണിജ്യ വകുപ്പിനെ രാജ്യത്തിന്റെ പ്രധാന ബജറ്റിന്റെ ഭാഗമാക്കി മാറ്റുക എന്നത് ചില്ലറ കാര്യമല്ല. അതൊരു ബൃഹത്തായ മാറ്റം തന്നെയായിരുന്നു. സ്വാഭാവികമായും ഇത്രയും വലിയൊരു ലയനം നടക്കുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വെച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ലല്ലോ. അവിടെയാണ് നമ്മുടെ നാലാമത്തെ ഭാഗം വരുന്നത്, 2017-ലെ GFR പരിഷ്കരണം. ഗവൺമെന്റ് ബഡ്ജറ്റിംഗിൽ എത്രയും വലിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായും GFR-ലും പ്രതിഫലിക്കണം. റെയിൽവേ ബഡ്ജറ്റ് കൂടി വന്നതോടെ 2005-ലെ പഴയ നിയമങ്ങൾ തികച്ചും അപര്യാപ്തമായി മാറി എന്ന് തന്നെ പറയാം. വെറുതെ ഭരണപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും 2017-ൽ ഈ നിയമങ്ങൾ പൂർണ്ണമായും പുതുക്കിയെഴുതേണ്ടത് അനിവാര്യമായി മാറി. ഇതിലേറ്റവും രസകരമായ സാങ്കേതിക വശം എന്താണെന്ന് ഞാൻ പറയാം. പുതുക്കിയ റൂൾ 43(2) പ്രകാരം റെയിൽവേയുടെ വരവു ചെലവുകളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ വാർഷിക സാമ്പത്തിക പ്രസ്താവനയുടെ നേരിട്ടുള്ള ഭാഗമായി മാറുകയാണ് ചെയ്തത്. അതായത് 2017-18 സാമ്പത്തിക വർഷം മുതൽ ഡിമാൻഡ്സ് ഫോർ ഗ്രാന്റ്സ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ്സ് എന്നിവയെല്ലാം ജനറൽ ബജറ്റുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചു. ഗവൺമെന്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യവും ലളിതവുമാക്കാൻ ഈ മാറ്റം സഹായിച്ചു. ഗവൺമെന്റിന്റെ ഭരണ സംവിധാനങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ വരുന്ന ഈ കാലത്ത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന ഇത്തരം ഏതൊക്കെ ഘടനാപരമായ മാറ്റങ്ങളായിരിക്കും ജനറൽ ഫിനാൻഷ്യൽ റൂൾസ് വീണ്ടും പരിഷ്കരിക്കാൻ കാരണമാവുക?
പബ്ലിക് ഫിനാൻസ് എന്ന ഈ മേഖല എത്രത്തോളം ആക്റ്റീവാണെന്ന് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.